എൻ്റെ വീട്ടിൻ്റെ വശത്തുള്ളൊരു മാവാണേ. അപ്പോൾ ഈ മാവെന്ന് പറയുമ്പോൾ നമ്മൾ മാങ്ങ കഴിച്ചിട്ട് അതിൻ്റെ അണ്ടിക്കോട്ട് കുഴിച്ചിട്ട് നട്ട മാവാണ്. അപ്പോൾ ഇത് നാടൻ മാവാണ്, ഹൈബ്രിഡൊന്നുമല്ല. അപ്പോൾ ഇത് നട്ടിട്ടൊരു 5-6 വർഷമായി. ഇതുവരെ അത് പൂത്തിട്ടൊന്നുമില്ല, കായ്ച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ ഈ നമ്മുടെ വീഡിയോയിലൊക്കെ കാണും പോലെ ഒരു മോതിരവളയം ഇട്ട് കൊടുത്തു കേട്ടോ. മോതിരവളയം എന്ന് പറയുമ്പം സിമ്പിളാണ്. നമുക്ക് സാധാ ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ അകത്ത് തടിയിൽ ചേർന്നിരിക്കുന്ന തൊലിയും കണ്ടിച്ച് കളയണം. അപ്പോൾ മോതിരവളയം പോലെ ആവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വളയം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ അത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കി വിജയിക്കുമെന്നറിയാൻ വേണ്ടി ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ വർഷം അതെന്തായാലും നന്നായിട്ടൊന്ന് വിജയിച്ചിട്ടുണ്ട്. ഈ വളയം ഇട്ടതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം ഫുള്ള് പൂവും കായുമായിട്ട് നിൽക്കണേ. എന്നുവെച്ചാൽ താഴെ നമുക്ക് ഒരു കൊച്ചു കുട്ടിയൊക്കെ പറിക്കുന്ന രീതിയിൽ വരെ മാവ് പൂത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കൊടുത്ത വളയം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പുതിയ തൊലി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിനകത്തൊരു ചെറിയ കുരുമുളക് വള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പോവാതെയാണ് ഇത് ചെയ്തത്. അപ്പോൾ പരീക്ഷണം എന്തായാലും വിജയിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് വന്നൊരു ചെറിയൊരു തളിരിലയിൽ വരെ പൂവുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കായ്ക്കാതെ നിൽക്കുന്ന പ്ലാവോ മാവോ അതുപോലെ റംബൂട്ടാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. നമുക്ക് വലിയ പൈസ ചിലവൊന്നുമുള്ള കാര്യമില്ല. ഇത് ഇട്ട് കൊടുത്താൽ കൃത്യമായിട്ടും അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമാണേ. അപ്പം നിറയെ കായ പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ സക്സസ് ആവും എന്തായാലും. അതിന് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഉള്ള മരങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ചും കൊടുക്കുക കേട്ടോ.